കളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ തുടങ്ങി. അതെ, ഇനി നമ്മളെങ്ങനെ കളിക്കും? നമുക്കതിന് വീട്ടിന്റെ അകത്തുനിന്ന് കളിക്കുന്ന എന്തെങ്കിലും കളി കളിക്കാം. ഒരു വെറൈറ്റി കളിയുണ്ട്, നമുക്ക് ഗോസ്റ്റ് കളിച്ചാലോ? ഗോസ്റ്റോ? അതെന്ത് കളിയാ? ഞാനാവാ ഗോസ്റ്റ്, ഞാൻ നിങ്ങളെ ഒക്കെ പേടിപ്പിക്കാം. നമ്മൾ ഗോസ്റ്റ് കളിക്കുന്നത് അമ്മ കാണണ്ട, നമുക്ക് റൂമിൽ പോയിട്ട് കളിക്കാം. അങ്ങനെ തന്നെയാ, റൂമിൽ നിന്ന് അത് കളിക്കാം. റൂമിലെ ലൈറ്റ് ഒക്കെ ഓഫാക്കി ഇരുട്ടാക്കിയിട്ട് ഗോസ്റ്റ് വരും, അങ്ങനെയാണ് ആ കളി. പക്ഷെ നീ ഗോസ്റ്റ് ആവണ്ട, ഞാൻ തന്നെ ഗോസ്റ്റ് ആയിക്കോളാം. അതെ, ഇവള് ഗോസ്റ്റ് ആയാൽ ആര് പേടിക്കാനാ? ഇവിടെ ആർക്ക് പേടിയുണ്ട്? ഒന്ന് പടാ, നിന്നെ പേടിപ്പിക്കാനൊക്കെ എനിക്കറിയാം. നീ ലൈറ്റ് ഓഫ് ആക്കുമ്പോഴത്തേക്ക് പുതപ്പിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കുന്ന ആളല്ലേ, എന്നിട്ടാണോ നീ വലിയ ആളോട്ട് കഥ പറയുന്നത്? നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടും. ഒന്ന് നിർത്ത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടി കൂടുന്നത്? നമുക്ക് ആദ്യം അത് കളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഒരുക്കാം. വാ, റൂമിലേക്ക് പോകാം. ഇവരെപ്പം നോക്കിയാലും അടിയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവർക്ക് അടി കൂടണം. പിന്നെ ഇവളുടെ വർത്താനം കേട്ടാ പിന്നെ അടിക്കാൻ തോന്നൂലേ? നീ എന്നെ അടിക്കുന്നതേ കാണൂ, അതിന്റെ ബാക്കി നിനക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കോളും. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നമുക്ക് റൂമിലേക്ക് പോകാം, വാ. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പൊ ഗോസ്റ്റ് ആയിട്ട് വരാം. അയ്യോ, ഞാൻ വേഗം ഇവിടെ കയറി ഒളിക്കട്ടെ. ഞാനാണ് ഗോസ്റ്റ്. അയ്യോ ഗോസ്റ്റ്, എന്നെ പിടിക്കല്ലേ, ഇവനെ പിടിച്ചോ. മണ്ടന്മാരത്തന്നെ, ഇവർ ഇത്രയും പേടിത്തൊണ്ടന്മാരാണ്. ഇവരെ കൂടെ ഇത് കളിച്ചാൽ ശരിയാവുന്ന തോന്നില്ല. നമ്മൾ രക്ഷപ്പെട്ടു. ഈ കളി വേണ്ട, ഈ കളി എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് നീ ഒരു പേടിത്തൊണ്ടനാ, അതുകൊണ്ടാ. അയ്യേ, നിങ്ങൾ ഇത്രയും പേടിത്തൊണ്ടന്മാരാണോ? ഞാനൊന്ന് ഗോസ്റ്റായി വന്നതല്ലേ ഉള്ളൂ, അപ്പളേക്ക് ഓടിക്കളഞ്ഞല്ലോ. അത് പിന്നെ പേടിയായിട്ടൊന്നുമല്ല, എന്നാലൊരു ചെറിയൊരു ഭയം. എന്നാ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വിസ് മത്സരം നടത്തിയാലോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, ക്വിസ് മത്സരം നടത്താം. എന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം. അതേതാ സ്ഥലം? കിട്ടിയോ? എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കിട്ടി. വൈക്കം അല്ലേ? അതെ, വൈക്കം ഉത്തരം ശരിയാണ്. വൈക്കം. അതായിരുന്നോ? എനിക്കത് പെട്ടെന്ന് കിട്ടിയില്ല. നീ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ അടുത്തതിൽ പിടിച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിക്കുന്നു. ഏതാണ് അക്ഷരം? എനിക്ക് കിട്ടിയോ? എനിക്ക് കിട്ടി. എച്ചിൽ. എച്ചിലാ? അതെങ്ങനെ? എടാ മണ്ട, എച്ചിലല്ലേ കാക്ക വന്നിരിക്കുക. ഓ അങ്ങനെ, അതെനിക്ക് മനസ്സിലായില്ല. അപ്പൊ മിന്നുവിനും പൊന്നുവിനും ഓരോ പോയിന്റ് വീതം കിട്ടി. ഇനി നിനക്കാ കിട്ടാത്തത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കേ, ഞാൻ അതിൽ പിടിക്കാന്ന് പറഞ്ഞില്ലേ? കൊറേ നേരമായി പറയുന്നു, എന്നിട്ടൊന്നും നടക്കുന്ന കാണുന്നില്ല. കളിയാക്കൊന്നും വേണ്ട, നീ ക്വസ്റ്റ്യൻ ചോദിക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ്. അതേത് പൂവ്? നിങ്ങൾ കണ്ടുപിടിക്കേ. എന്നാ നോക്കിക്കോ, അതിന്റെ ഉത്തരം എനിക്ക് കിട്ടി. ഷാംപൂ. ആൻസർ. അങ്ങനെ നീ ഒരു പോയിന്റ് ഒപ്പിച്ചെടുത്തു. എന്നാടാ കളി? ചേട്ടാ, അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചോദിക്കേ, അടുത്തത് ഞാനാ പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കത്ത് തരുന്ന പാൽ. എനിക്ക് കിട്ടി. തപാൽ. ഉത്തരം ശരിയാണ്. എനിക്ക് 2 പോയിന്റ് ആയി. ചേച്ചിക്ക് 2 പോയിന്റ് ആയോ? ഓക്കെ, അടുത്തത് ഞാൻ തന്നെ പറയും. നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചോദിക്കേ, നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. എന്നാൽ കണ്ണിന്റെ സഹോദരന്റെ പേര്? കിട്ടിപ്പോയി. ഐബ്രോ. അങ്ങനെ എനിക്ക് 2 പോയിന്റ് ആയി. നീ എന്റെ പുറകെ തന്നെ ഉണ്ടല്ലേ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയാ ചോദിക്കൂ. ആ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ നിങ്ങളിൽ ആരാണോ അവര് ജയിക്കും. നല്ലോണം നോക്കിയും കണ്ടൊക്കെ പറഞ്ഞു. ഇതാണ് ഏറ്റവും ഫൈനൽ ക്വസ്റ്റ്യൻ. നീ ചോദിക്കേ. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ഞാൻ പറയാം. ഇതിന്റെ ഉത്തരം എനിക്കറിയാം. I-O. അയ്യോ. ഇന്നത്തെ നമ്മുടെ ക്വിസ് മത്സരത്തിൽ അമ്മുവാണ് വിജയിച്ചത്. ഞാൻ ജയിച്ചേ. അമ്മൂച്ചിക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റാ? എന്നാ വേഗം കൊണ്ടുവാ. ചേച്ചി, എനിക്കും തരണേ. അവൻ എന്താ ഗിഫ്റ്റ് തരുന്നെന്ന് വെച്ചാല്? ഞാൻ ആർക്കും തരില്ല. പ്ലീസ്, ഞങ്ങൾക്കും കൂടി താ. അമ്മേച്ചി, ഇത് പിടിച്ചോ. ഇതാണ് അമ്മേച്ചിക്കുള്ള ഗിഫ്റ്റ്. ഒന്ന് പോടാ, അത് നീ തന്നെ എടുത്തോ. ചേച്ചിക്ക് അത് തന്നെ വേണം.